അല്ല, വെള്ളാപ്പള്ളി നടേശൻ ഓരോ ദിവസം കഴിയും തോറും വർഗീയത അതിൻ്റെ ആകാവുന്ന അളവോളം അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയ്ക്കൊരു സമവാക്യമുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളിയാണ് എന്ന് പറയാവുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരളം ഇത് കണ്ടിട്ടും മതേതര സംഘടനകൾ മൗനം പാലിക്കുന്നതിലാണ്, പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് മൗനം പാലിക്കുന്നതിലാണ് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് ആശങ്കയുള്ളത്. ഹിന്ദു മുസ്ലിം സൗഹൃദം ശക്തമായിട്ടുള്ള കേരളത്തിൽ വർഗീയത ഒരു നിലക്കും വിലപ്പോവില്ല എന്ന് തെരഞ്ഞെടുപ്പുകളെല്ലാം നൽകുന്ന വലിയ സൂചനയാണ്. ഒരു നിലക്കും വർഗീയതയ്ക്ക് വേരോട്ടമില്ലാത്ത നാടാണ് കേരളം. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നതും നവോത്ഥാന പ്രക്രിയകൾ രൂപപ്പെട്ടു വന്നതൊക്കെ സൗഹാർദ്ദം അന്തരീക്ഷം ഉണ്ടായതുകൊണ്ടാണ്. ഒരു വർഗീയവാദിയും ഇവിടെ ഒന്നും നേടിയിട്ടില്ല, ഒരു തീവ്രവാദിക്കും ഇവിടെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെയാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തോടെയാണോ, അല്ലെങ്കിൽ നിർദ്ദേശത്തോടെയാണോ വെള്ളാപ്പള്ളി ഇത്രമേൽ വർഗീയത പറയുന്നത് എന്ന് ആശങ്കപ്പെടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ CPMൻ്റെ ജനറൽ സെക്രട്ടറി പോലും പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ പോലും വന്നിട്ടുള്ളൊരു വലിയൊരു കാര്യം വെള്ളാപ്പള്ളിയെ പിന്തുണക്കണം എന്നതാണ്. വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണ് എന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നൽകുന്ന വലിയ അപകടം എത്രത്തോളമാണ്? ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മതരംഗത്തു നിന്നുകൊണ്ടും മതേതര വിശ്വാസി എന്ന നിലയിൽ തന്നെ പറയുന്നത്, തെരഞ്ഞെടുപ്പിലെ ചില ദുഷ്ടലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ചില വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടുന്നതെങ്കിൽ കേരളം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കേരളത്തിലെ പാരമ്പര്യം സൗഹൃദമാണ്, അത് തകരുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അത് ആരായിരുന്നാലും അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് പറയേണ്ടി വരികയാണ്. വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പറയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതോടെ നീക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഒരു ധവളപത്രം പ്രസിദ്ധീകരിക്കട്ടെ. മലബാറിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്? കേരളത്തിൽ ജില്ല തിരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസംഘടനകൾ നടത്തുന്നത് പ്രസിദ്ധീകരിക്കട്ടെ. മുസ്ലിം സംഘടനകൾ നടത്തുന്നത് എത്ര? വെള്ളാപ്പള്ളിയുടെ സമുദായം നടത്തുന്നത് എത്ര? അതുപോലെ തന്നെ NSS നടത്തുന്നത് എത്ര? ക്രിസ്തീയ സമുദായം നടത്തുന്നത് എത്ര എന്നത് കണക്ക് തിരിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യത വരുത്താൻ ഗവൺമെൻറ് തയ്യാറാകണം. കാടടിച്ച് വെടിവെക്കുന്ന വിധത്തിൽ മലബാർ പ്രദേശത്ത് കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ നിന്നും SNDPയുടെ സമുദായത്തിന് സ്ഥാപനമില്ല എന്നത് ശുദ്ധകളവാണ്. സ്ഥാപനം എത്ര ഉണ്ടെന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ട് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ പരാമർശം വിലപ്പോകുന്ന ഒരു കാര്യവുമല്ല. ആ തെറ്റിദ്ധാരണ നീക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ്. അല്ല, അതാർക്കും സംശയിക്കാവുന്നതാണല്ലോ. കാരണം ഗവൺമെൻറ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പിലേക്ക് ചിലർ ഇറക്കിയത്. കേരള മുഖ്യമന്ത്രിയുടെ കാറിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി കടന്ന് വരുന്നത്. അതൊക്കെ ഏത് ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വർഗീയ നിലപാടിനോട് അന്ന് എതിർത്തുണ്ടായിരുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് വാദമില്ല. പക്ഷെ അതൊരു വലിയൊരു മെസ്സേജാണോ? അത് സംശയിക്കേണ്ടതാണ്. അപ്പം അത് എന്തുദ്ദേശമാണോ, ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് നമ്മൾ സംശയിക്കുന്നത് മലയാളിയുടെ സ്വാഭാവികമായിരിക്കുന്ന സംശയമാണ്. ആ സംശയം ഞങ്ങൾക്കുമുണ്ട്, അത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അതായിരിക്കാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പക്ഷെ മുസ്ലിം സംഘടനകൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് എക്കാലത്തുമുള്ളത്. ഒരു ഹൈന്ദവ സമുദായത്തിനോടുള്ള വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കാര്യത്തിന് മുസ്ലിം സമുദായം ഉണ്ടാവില്ല. ഇവിടെ ഹിന്ദു സമുദായത്തിൻ്റെ കൺസോർഡിനേഷൻ രൂപപ്പെടുത്താമെന്നാണ് വെള്ളാപ്പള്ളിയിലൂടെ ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ ഹിന്ദു സമുദായം ഇവിടെ പ്രബുദ്ധരാണ്. ഹിന്ദു സമുദായം വളരെ പ്രബുദ്ധരാണ് എന്നതുകൊണ്ടാണ് ശബരിമല വിഷയത്തിലും മറ്റൊക്കെ വിഷയത്തിൽ അവരുടെ വിശ്വാസത്തെ ഹനിച്ച സമയത്ത് വെള്ളാപ്പള്ളിയുടെ വർഗീയതയൊക്കെ തുടച്ചു നീക്കാൻ, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഹിന്ദു സമുദായത്തിന് സാധിച്ചത്. അതുകൊണ്ട് വർഗീയ കാർഡ് വെള്ളാപ്പള്ളിയിലൂടെ എത്ര ഇറക്കിയാലും ഹൈന്ദവ സമുദായം അതിനെ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.